ഇമോഷണൽ സ്ട്രെങ്ത്, ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു കഥയിൽ നിന്ന് തുടങ്ങാം. എപ്പോഴും സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ ഇപ്പോൾ കഥകൾ കേൾക്കാറില്ലല്ലോ. ഓക്കെ, കഥ ഇങ്ങനെയാണ്. അതായത് ഒരു വലിയൊരു കടലിനരികിലുള്ള ഒരു ഏരിയ, ഒരു ബീച്ച് ഏരിയ അല്ലെങ്കിൽ തീരപ്രദേശം എന്നൊക്കെ പറയാം. അവിടെ കാലങ്ങളായിട്ട് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. കൊടുങ്കാറ്റും മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ കടലിലൂടെ വരുന്ന വലിയ കപ്പലുകൾക്കൊക്കെ വഴികാട്ടിയായിരുന്ന ഒരു ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. കുറച്ചൊരു വയസ്സുള്ളൊരു അപ്പൂപ്പൻ, ഏലിയാസ് എന്നാണ് പുള്ളിയുടെ പേര്. ആ പുള്ളിയാണ് ഇതിൻ്റെ ഒരു കാവൽക്കാരൻ എന്നുള്ളത്. അപ്പോൾ അവരെ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയായിരുന്നു. അപ്പോൾ അവരുള്ളത് എല്ലാവർക്കും, ഏലിയാസ് ഉള്ളത് ആ നാട്ടുകാർക്ക് മൊത്തം ഒരു ഉറപ്പ് പോലെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. അതേപോലെ നമ്മുടെ കഥയിലെ മറ്റൊരു ക്യാരക്ടറാണ് മായ. അതായത് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന, അതേ സ്ഥലത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ പുള്ളിക്കാരിയുടെ പേരാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈറ്റ് ഹൗസ് ആയിരുന്നു പുള്ളിക്കാരുടെ ഒരു ഏക ആശ്വാസം എന്നുള്ളത്. അത് അവിടെ ഉള്ളത് അവളുടെ ഉള്ളിൽ ഓക്കെ ഞാൻ സേഫ് ആണെന്നുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇരുട്ടത്ത് വഴിയൊക്കെ തെറ്റി വരുമ്പോഴൊക്കെ ആ ലൈറ്റ് ഹൗസിൻ്റെ വെളിച്ചത്തിലേക്ക് നോക്കിയിട്ട് അവളിങ്ങനെ നോക്കും. ഓക്കെ, അപ്പോൾ അവൾക്ക് കിട്ടുന്ന ഒരു പീസ്, അപ്പോൾ അവളിങ്ങനെ ആ ഒരു ലൈറ്റ് ഹൗസിനെ പിന്തുടർന്ന് പോകുന്നതും, അപ്പോൾ അതിന് ലൈറ്റ് ഹൗസിനെ ഭയങ്കരമായിട്ട് ആശ്രയിച്ചിട്ടാണ് അവൾ ജീവിക്കുന്നത് എന്നൊക്കെ പറയാം. അങ്ങനെ ഇരിക്കെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു വിൻ്റർ സീസൺ, ഭയങ്കര ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് ആ ഒരു തീരത്ത് ആഞ്ഞടിച്ചു. ആ കാറ്റിൽ വലിയ തിരമാലകളുണ്ടായി. അത് ശക്തിയോടെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്കും ആഞ്ഞടിച്ചു. അതുപോലെ തന്നെ കരയിലേക്കൊക്കെ വരാനായിട്ട് തുടങ്ങി. ഏലിയാസ് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ വെള്ളം കയറാതിരിക്കാനായിട്ട് കുറേ മരപ്പലകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് അത് സാധിച്ചില്ല. ഒന്നാമത് പുള്ളിക്ക് ഭയങ്കര വയസ്സായി, പുള്ളിനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ 18 ആണ്ടുകൾക്കിപ്പുറം ആ ലൈറ്റ് ഹൗസ് ആദ്യമായിട്ട് അണഞ്ഞുപോയി. സ്ഥലത്താകെ പരിഭ്രാന്തി പടർന്നു. മീൻപിടുത്തക്കാർക്ക് അങ്ങ് കടലിൽ പോകാൻ കഴിയുന്നില്ല. പോയവരാണെന്നുണ്ടെങ്കിൽ അവിടെ കുടുങ്ങി കിടക്കുന്നു. കാറ്റിനെയും തിരമാലയും കുറിച്ചുള്ള ഭയം ഒക്കെ നാട്ടിലാകെ പരന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് മായയെ ഇരുട്ടിൽ തൻ്റെ വീട്ടിലേക്കുള്ള വഴി കാട്ടിത്തന്ന പ്രതീക്ഷകളായി നിന്ന ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ വെളിച്ചം ഇനിയില്ല. അവൾ നിസ്സഹായമായിട്ട് ആ തീരത്തങ്ങടെ ഇരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾ കടന്നുപോയി. അപ്പോഴാണ് അവളൊരു കാര്യം മനസ്സിലാക്കുന്നത്. ലൈറ്റ് ഹൗസ് അവളുടെ വീട്ടിലേക്ക് നയിച്ചിരുന്നുവെങ്കിൽ പോലും അവൾക്ക് സ്വയം സഞ്ചരിക്കാനുള്ള കഴിവ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും അവൾ അത് നോക്കിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, ആ ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്, ആ വെളിച്ചത്തോട്ടേക്ക് നടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരിക്കൽ പോലും അവൾ തൻ്റെ വീട്ടിലേക്ക് നോക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അവൾ തൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരുന്നില്ല. അവളുടെ അറിവുകളെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. വീട്ടിലേക്കുള്ള വഴി തനിക്ക് അറിയാമോ എന്ന് പോലും അവളത് ആലോചിച്ചിട്ടില്ല എന്നുള്ളത്. അന്നത്തെ രാത്രിയിൽ അവൾ തീരുമാനിച്ചു, കടലിൽ കുടുങ്ങിപ്പോയ മീൻപിടുത്തക്കാരുണ്ട്, അവരുടെ ഉത്കണ്ഠയെക്കുറിച്ചിട്ട് തൻ്റെ ഉള്ളിൽ ഉയർന്ന ദൃഢനിശ്ചയം അവിടെ മുന്നോട്ടേക്ക് നയിച്ചു. ഏലിയാസ് പണ്ട് പറഞ്ഞു തന്ന കഥകളുണ്ട്, അതായത് മായക്ക് പറഞ്ഞു കൊടുത്ത കഥകൾ, ആകാശത്തിലൂടെ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ കഥകൾ അവളിങ്ങനെ ഓർക്കാൻ തുടങ്ങി. മേഘപാളികൾക്കിടയിലൂടെ ആ ഏലിയാസ് പറഞ്ഞ ആ നക്ഷത്രഗണങ്ങളെ അവൾ കണ്ടെത്തി. മേഘാവൃതമായ ആകാശത്ത് ഒരിക്കലും അത് എളുപ്പമായിരുന്നില്ല. പക്ഷെ അവൾ പിന്മാറിയില്ല. ആ ഇരുട്ടിൽ അവൾ ചെറുതും വലുതുമായ വഴികാട്ടികളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. കുറേ നക്ഷത്രങ്ങളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. മണിക്കൂറുകൾക്കിപ്പുറം ആ കൊടുങ്കാറ്റ് ഒടുവിലങ്ങ് ക്ഷമിച്ചു. ശ്രദ്ധയോടെ നങ്കൂരമിട്ട് കാത്തിരുന്ന മീൻപിടുത്തക്കാർ സുരക്ഷിതരായി മടങ്ങി. ലൈറ്റ് ഹൗസിൻ്റെ വെളിച്ചത്തിലേക്ക് എപ്പോഴും നോക്കിയിരുന്ന മായ ഇന്ന് സ്വയം വഴികൾ കണ്ടെത്തി എന്ന് കേട്ടപ്പോൾ ഏലിയാസിനാകെ അത്ഭുതം. ലൈറ്റ് ഹൗസ് നൽകിയ ആശ്വാസം അവൾ ഒരിക്കലും മറന്നിട്ടില്ല. പക്ഷെ അന്ന് മുതൽ എത്ര സ്ഥിരമാണെന്ന് തോന്നിയാലും ഒരു എക്സ്റ്റേണൽ സോഴ്സിനെ ആശ്രയിക്കുന്നത് അല്ല, ഒരു എക്സ്റ്റേണൽ സോഴ്സിനെ ആശ്രയിക്കുന്നതല്ല യഥാർത്ഥ ശക്തി എന്നവൾ മനസ്സിലാക്കി. അത്രയും പരിചിതമായ വെളിച്ചം അണയുമ്പോൾ പോലും സ്വന്തം വഴി കണ്ടെത്താനുള്ള വഴി സ്വയം ഉള്ളിൽ നിന്ന് വരുന്നതിലാണ്, വളർത്തുന്നതിലാണ് എന്ന് അവൾ മനസ്സിലാക്കി. അവൾ മുന്നോട്ട് നീങ്ങി. ഇതാണ് കഥ എന്ന് പറയുന്നത്. കഥ എത്ര പേർക്ക് കണക്റ്റാക്കാൻ പറ്റി എന്നെനിക്കറിയത്തില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിലും ഇങ്ങനൊരു മായ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ്. മായ ലൈറ്റ് ഹൗസിനെ ആശ്രയിക്കുന്ന പോലെ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അമിതമായിട്ട് നമ്മളുടെ അരികിലുള്ള ആൾക്കാരെ ആശ്രയിക്കാറുണ്ട്. മായ സ്വയം തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശക്തിയെ മനസ്സിലാക്കുകയാണ്. അപ്പോഴും തൻ്റെ ഇത്രയും കാലത്തെ യാത്രയിൽ കൂട്ടായ ആ ലൈറ്റ് ഹൗസിനെ അവൾ ഓർക്കാതെ പോകുന്നില്ല. ചില നേരങ്ങളിൽ നമ്മൾ ചില മനുഷ്യരുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആവും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആങ്സൈറ്റി, ചില കാര്യങ്ങൾക്ക് ബൗണ്ടറീസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ,
മറ്റുള്ളവരെ ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കേണ്ടല്ലോ എന്നുള്ള ചിന്തകൾ, റീഅഷുറൻസിന് വേണ്ടിയുള്ള ചിന്തകൾ, ഒറ്റയ്ക്ക് സ്വയം തീരുമാനം എടുക്കാൻ പറ്റാത്തത്. ഇമോഷണൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഇമോഷൻലെസ് ആവുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഉള്ള ഇമോഷനെ നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷനെ അത് ഉള്ളിൽ തന്നെ അടിച്ചമർത്തുന്നതിനെ പറ്റിയല്ല. അത് ആ പ്രശ്നത്തെക്കുറിച്ച്, ആ ഇമോഷനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായി മനസ്സിലാക്കാനും സ്വയം തിരിച്ചു വരുന്നതിനെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആവുന്നതിൻ്റെ ഒറിജിൻ, അതെന്താണെന്ന് മനസ്സിലാക്കുക. ചില പാസ്റ്റ് എക്സ്പീരിയൻസസ് ആയേക്കാം, സൊസൈറ്റിയിൽ നോംസ് കൊണ്ടുള്ള പ്രശ്നങ്ങളാവാം, ചില കാര്യങ്ങൾക്ക് ചില ആളുകളുമായി റിലേ ചെയ്യേണ്ടി വരുന്നതാവാം, വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം. നമ്മൾ സെൽഫ് അവെയർ ആവുക എന്നുള്ളതാണ്. നമ്മളുടെ ഇമോഷണൽ പാറ്റേൺസിനെ കുറിച്ചും നമ്മൾ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മളുടെ കോപ്പിംഗ് മെക്കാനിസംസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ജേർണലിങ്ങിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് സ്വയം മനസ്സിലാക്കാനും നമ്മളുടെ ആ ഒരു ജേർണി, ഓരോ ദിവസവും നമ്മൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസ് പഠിക്കുക, സ്ട്രെസ് റിലീഫിനുള്ള കാര്യങ്ങൾ, സെൽഫ് കമ്പാഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ, നമ്മളുടെ വാല്യൂവിനെ കുറിച്ച് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു സ്ട്രോങ് സെൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാക്കുക, മ്യൂച്വലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മളുടെ സ്വന്തം കമ്പനി എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങുക. സോളിറ്റ്യൂഡ് ഒരിക്കലും ഒരു ലോൺലിനെസ് അല്ല എന്നുള്ള കാര്യം, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ഇമോഷണലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇമോഷണൽ സപ്പോർട്ടും ഇമോഷണൽ ഡിപ്പെൻഡൻസിയും. ഇത് രണ്ടാണ് എന്നുള്ളതാണ്. ഇമോഷണൽ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മളുടെ സിറ്റുവേഷൻ കണ്ട് അതിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് തരിക എന്നുള്ളതാണ്. മറിച്ച് ഇമോഷണൽ ഡിപ്പെൻഡൻസിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവരിലും ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. അവരുടെ ഓരോ ആക്ഷനിൽ പോലും നമ്മൾ ഓവർ തിങ്ക് ചെയ്യും എന്നുള്ളത്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് ബ്രേക്കപ്പിന് ശേഷം അതിൻ്റെ പെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ ആരോടെങ്കിലും സംസാരിക്കാനായിട്ട് വരികയും അവരിൽ ഡിപ്പെൻഡൻ്റ് ആവുകയും എന്നുള്ളത്. അവർ നിങ്ങളെ കേട്ടിരിക്കുന്നത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാകും എന്നാണ്, അല്ലാതെ നിങ്ങളോട് ഇഷ്ടം എന്നതായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പലപ്പോഴായിട്ട് ഇത് പലരും തെറ്റിദ്ധരിക്കുകയും പോയ ആൾ എന്നെ ഇഷ്ടമായതുകൊണ്ടായിരിക്കത്തില്ല എന്നോട് ഇത്തിരി സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പലപ്പോഴും ഇത് കൂടുതൽ വലിയൊരു ബ്രേക്കപ്പിലേക്ക്, വീണ്ടും മറ്റൊരു ബ്രേക്കപ്പിലേക്ക് നയിക്കാനുള്ള കാരണമാകുകയാണ് എന്നുള്ളതാണ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് പതിയെ ശരിയാവും എന്നത്. ഈവൻ ഞാൻ പോലും കൂടുതലുള്ളവരിൽ ഓവർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇതുപോലുള്ള ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് സിറ്റുവേഷനും നമുക്ക് ഓവർകം ചെയ്യാനുള്ള അതിൻ്റെ ഒരു സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് മാത്രമാണ്. ഈ ഇമോഷണൽ സപ്പോർട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ്റെ ബാനറിൽ ഹീൽ മീ എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലിസണറിനെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മായയുടെ കഥയും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. ഒരു ബ്യൂട്ടിഫുള്ളായ ലൈഫ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ.